നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്, മീനം രാശിയിൽപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 7ര ശനിയുടെ കാലഘട്ടമാണ്. ശനി ജന്മത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2026 ജൂൺ 2 മുതൽ വ്യാഴം 5-ലാണ്, രാഹു 12-ലാണ്, കേതു 6-ലൂടെ സഞ്ചരിക്കുകയാണ്. ഈ വർഷം നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു വർഷമാണ് 2025 ശനി. അങ്ങനെയാണെങ്കിൽ പോലും എങ്കിലും നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലം ധാരാളം സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. വാഹനമാണെങ്കിലും വസ്തുവാണെങ്കിലും വാങ്ങുന്നതിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാം. സ്പിരിച്വൽ ആയിട്ടുള്ള ചിന്തകളൊക്കെ പ്രവൃത്തികളൊക്കെ വർദ്ധിക്കുന്നതാണ്. ധാരാളമായിട്ട് സന്താനങ്ങളെ കാത്തിരിക്കുന്നവർക്ക് സന്താനയോഗം ഉണ്ടാകാം. പുണ്യയാത്രകളും തീർത്ഥയാത്രകളും ഒക്കെ നടത്തേണ്ടി വരുന്നതാണ്. ശനിയുടെ സ്വാധീനം മൂലം ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനും അതിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാനും സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ നിങ്ങൾ തീരുമാനിക്കും. എങ്കിലും ഒരുപാട് പണം വാരിക്കോരി ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കടം വാങ്ങിച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ദീർഘകാലമായിട്ടുള്ള ഗോൾസ് ആയതുകൊണ്ട് 5-6 വർഷം കഴിഞ്ഞായിരിക്കും നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയറിലെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവായിട്ടുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. തൊഴിലിലെ സ്ഥാനഭ്രംശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശമ്പള വർധനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കാം. മനസ്സിനെയും ജീവിതത്തെയും പിടിച്ചുലയ്ക്കുന്ന പല മാറ്റങ്ങളും ചേഞ്ചസും നിങ്ങൾക്ക് വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാദികളിലൊക്കെ വിദ്യാഗുണം ഉണ്ടാകുന്നതാണ്. ജോലി കാത്തിരിക്കുന്നവർക്ക്, വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലി കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം ചെറുതാണെങ്കിലും ഉദ്യോഗം ലഭിക്കാം. ദീർഘദൂര യാത്രയും മറ്റും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കുടുംബസ്വത്ത് കൈവശം വരികയോ പൈതൃക സ്വത്ത് അനുഭവയോഗ്യമാവുകയൊക്കെ ചെയ്യുന്ന വർഷമാണ്. മൊത്തത്തിൽ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഉള്ളവർക്ക് ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗോചരമൊക്കെ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ്. എങ്കിലും ഇതിൽ കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കുക. നല്ല രീതിയിൽ മനസ്സിനെ സൽചിന്തകളിലൂടെ സഞ്ചരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. വിദേശത്തൊക്കെ വസിക്കുന്നവർ കിട്ടുന്ന സമയങ്ങൾ പ്രാർത്ഥനകളൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നതും, ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ളവർ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മീനം രാശിയിൽപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാരും ലഹരിയൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ യൂഷ്വലായിട്ട് ഈ ഒരു കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൂടുതൽ സമയം നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക. മാതാപിതാക്കൾക്ക് അരിഷ്ടതയുണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ അവരുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ നല്ലൊരു വർഷമായിട്ട് 2026 നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്.